ഇപ്പോൾ ഈ ബില്ല് നമ്മുടെ അഴിമതിക്കെതിരാണെന്നാണ് പൊതുവേ ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച വരാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന മന്ത്രിമാരാണെങ്കിലും അവരെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പുറത്താക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു നല്ല ഭേദഗതി ബില്ലാണെന്നാണ് പൊതുവേ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. യഥാർത്ഥത്തിൽ ഭരണകൂടം ആഗ്രഹിക്കുന്നത് തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ബില്ലിനെ എങ്ങനെ ദുരുപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും തടവിലിടാം. ഒരു വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മാസത്തിലധികം തടവിലിട്ട് കഴിഞ്ഞാൽ അത് പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ പോലും അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഭേദഗതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ സുപ്രധാനമായിട്ടുള്ളൊരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും പിമാർക്ക് മുൻകൂട്ടി തന്നെ അതിൻ്റെ ബില്ലിൻ്റെ കോപ്പി കൊടുക്കേണ്ടതാണ്. ഇന്നലെ പാതിരയ്ക്കാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നു എന്നുള്ള അജണ്ടയിൽ ഉൾപ്പെടുത്തി. അതിനർത്ഥം ഈ ബില്ല് കൃത്യമായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ എതിർക്കാനോ സമയമില്ല. തന്നെയുമല്ല, ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യാ സഖ്യത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഉയർന്നു വരികയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടിയാണ് ഇത്തരമൊരു ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ തയ്യാറാകുന്നതിൻ്റെ കാരണം അതാണ്. ജനശ്രദ്ധ പിടിച്ച് പറ്റാനും അത് തങ്ങൾക്കെതിരായി വരുന്ന ജനവികാരം മറച്ചു വയ്ക്കാനും വേണ്ടിയുള്ള ഒരു ധൃതിപ്പെട്ട ഒരു തീരുമാനമാണ് ഈ സന്ദർഭത്തിൽ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഇത്തരം ഭേദഗതി ബില്ലുകളൊക്കെ കൊണ്ടുവരുമ്പോൾ നേരത്തെ കൂട്ടി തന്നെ പ്രതിപക്ഷത്തെയും അല്ലെങ്കിൽ സഭയൊക്കെ അറിയിക്കാൻ വേണ്ടി ബാധ്യതയുള്ളതാണ്. അപ്പോൾ ആ ബാധ്യതയെല്ലാം ഈ ഗവൺമെൻറ് മറച്ചു വെച്ചു. ഏകപക്ഷീയമായിട്ട് രാത്രി കൊണ്ടുവന്ന് പിറ്റേ ദിവസം ബില്ല് ഇപ്പം സഭ സ്തംഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ സമയത്ത് തന്നെ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്ന് തങ്ങൾക്കെതിരായി രാജ്യത്താകെ നടന്നു വരുന്ന പ്രതിഷേധത്തെ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് തട്ടിപ്പ് നടത്തുന്ന ആ നിലപാടിനെതിരായി ശക്തമായ സമരം വരുമ്പോൾ അതിനെ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. തീർച്ചയായിട്ടും ഇതിനെ ശക്തമായിട്ട് നമുക്ക് പ്രതിഷേധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെലക്ട് കമ്മിറ്റിക്ക് വിടുമെന്നുള്ള വാർത്തയിൽ കാണുന്നുണ്ട്. സെലക്ട് കമ്മിറ്റിക്ക് വിടുന്നത് ഭൂരിപക്ഷം ഭരണകക്ഷിയുടെ ആളുകൾ തന്നെയായിരിക്കും. എങ്കിൽ പോലും സെലക്ട് കമ്മിറ്റിക്ക് വിടുമെന്ന് പറഞ്ഞു. പക്ഷേ സെലക്ട് കമ്മിറ്റിക്കൊക്കെ വിടുന്ന ഒരു ബില്ല്, ആ ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ നല്ല വിശദമായ ചർച്ച നടത്തേണ്ടതല്ലേ? അതിനുപോലും തയ്യാറാകാതെയാണ് ഈ ബില്ല് കൊണ്ടുവരികയും തീർച്ചയായിട്ടും ഇതിനെ എതിർക്കുക എന്നുള്ള നിലപാട് പ്രതിപക്ഷമായിട്ട് യോജിച്ചുകൊണ്ട്, ഇന്ത്യാ സഖ്യമായിട്ട് യോജിച്ചുകൊണ്ട് CPMൻ്റെ അംഗസംഖ്യ വളരെ കുറവാണെങ്കിലും ഇതിനെ എതിർക്കേണ്ടത് ആവശ്യമാണ്. ഇത് പേടിച്ചിട്ടല്ല. അതായത് ഏതെങ്കിലും മന്ത്രി അഴിമതിയിലോ അല്ലെങ്കിൽ തെറ്റായ കാര്യം ചെയ്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ തകർക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ നമുക്കറിയാം, ഒറ്റനോട്ടത്തിൽ പ്രധാനമന്ത്രി വരെ ഇതിൻ്റെ കീഴിൽ വരും എന്ന് പറയുമ്പോൾ BJP സംബന്ധിച്ച് നമുക്കറിയാം, BJP സംബന്ധിച്ച് അതൊരു ഭയമില്ല. കാരണം അവർ തന്നെ ഭരിക്കുന്നു. ഇതിൽ പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതി. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണമായി വരികയും അവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് എത്തുന്ന ഒരു ഘട്ടമുണ്ടായി. പക്ഷേ ഒരു തെളിവ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ പിന്നീട് അന്വേഷണം എങ്ങും എത്തിയില്ല. പക്ഷേ ഇനി ഈ ഒരു നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അട്ടിമറിക്കുന്ന, അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? കഴിഞ്ഞ കുറേ കാലമായി BJP ഭരണകൂടം ചെയ്യുന്നത് തങ്ങളുടെ വരുതിയിലാക്കാൻ വേണ്ടി വ്യക്തികളെ തേജോവധം ചെയ്യാൻ വേണ്ടിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണക്കൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെയും എതിർ രാഷ്ട്രീയ പാർട്ടികളെയും ഇല്ലാതാക്കാൻ എങ്ങനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റ് ചെയ്യുന്ന BJPക്കാരാണെങ്കിലും അവരെ പ്രധാനമന്ത്രി അടക്കം ആളുകൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും അത് വിശ്വസിക്കും. പക്ഷേ ഒരു കാരണവശാലും BJPയോട് ഒട്ടി നിൽക്കുന്ന തെറ്റ് ചെയ്ത ആളുകളെ പോലും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളാണ് ഈ കാലഘട്ടത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും BJP ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ വക്താക്കളെ ഇത്തരത്തിൽ ഒരു കേസിലും പെടുത്താനോ അവരെ 30 ദിവസം കസ്റ്റഡിയിൽ വയ്ക്കാനോ അല്ലെങ്കിൽ ജയിലിൽ വയ്ക്കാനോ ഒന്നും തന്നെ തയ്യാറാകില്ല എന്നുള്ളത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും. ഇത് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു ഭേദഗതി ബില്ലാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് തന്നെ എതിർക്കേണ്ടതാണ്.
ഇന്നിപ്പോൾ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ശക്തമായ രീതിയിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഒരുമിച്ചുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഇന്ത്യ സഖ്യവും തീർച്ചയായിട്ടും ഈ ബില്ലിനെതിരായിക്കൊണ്ടുള്ള പ്രതിഷേധം സഭയിൽ രേഖപ്പെടുത്തും.